കൃഷ്ണൻ പറഞ്ഞു, അറിവിന്റെ വെളിച്ചത്താൽ അജ്ഞത നശിപ്പിക്കപ്പെട്ടവർ എല്ലായിടത്തും പരമാത്മാവിനെ കാണുകയും അതുമായി ഐക്യപ്പെടുകയും ചെയ്യുന്നു. സംശയമില്ലാത്തവരും ആത്മനിയന്ത്രണത്തിൽ സ്ഥിരതയുള്ളവരുമായ ജ്ഞാനികൾ ആന്തരിക ആത്മാവിന്റെ സമാധാനവും ആനന്ദവും നേടുന്നു. ബാഹ്യവസ്തുക്കളിൽ നിന്ന് ജനിക്കുന്ന സന്തോഷത്തിന് ഒരു തുടക്കവും അവസാനവുമുണ്ട്, അതിനാൽ ജ്ഞാനികൾ അതിനെ ആശ്രയിക്കുന്നില്ല. എന്നാൽ ഉള്ളിൽ ആനന്ദിക്കുന്നവൻ, ഉള്ളിൽ ആനന്ദം കണ്ടെത്തുന്നവൻ, ഉള്ളിൽ പ്രകാശിക്കുന്നവൻ, അത്തരമൊരു യോഗി അനന്തമായ സ്വാതന്ത്ര്യം നേടുന്നു. ബാഹ്യസുഖങ്ങൾ താൽക്കാലികമാണ്, അവ മങ്ങുന്നു, മാറുന്നു, അപ്രത്യക്ഷമാകുന്നു. എന്നാൽ ആന്തരിക ആനന്ദം, സമാധാനം, വ്യക്തത, ആത്മബോധം എന്നിവയിൽ നിന്ന് വരുന്ന സന്തോഷം സ്ഥിരവും നിലനിൽക്കുന്നതുമാണ്. യഥാർത്ഥ സന്തോഷത്തിന്റെ ഉറവിടം പുറത്ത് അല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ സന്തോഷം ആളുകളെയോ പ്രശംസയെയോ സമ്പത്തിനെയോ വിജയത്തെയോ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ ജീവിതം അസ്ഥിരമാകും. എന്നാൽ സംതൃപ്തിയിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും ആത്മീയ ധാരണയിൽ നിന്നും സന്തോഷം ഉയരുമ്പോൾ പുറത്തുള്ള ഒന്നിനും നിങ്ങളെ കുലുക്കാൻ കഴിയില്ല. ആന്തരിക സ്ഥിരത ആണ് യാഥാർത്ഥ സമാധാനം. വസ്തുക്കൾ ശേഖരിക്കുന്നതിലൂടെയല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നതിലൂടെയാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നത്. ശബ്ദത്തിന്റെ അഭാവമല്ല സമാധാനം, അത് വ്യക്തതയുടെ സാന്നിധ്യമാണ്. സന്തോഷം ലോകം നൽകുന്നതല്ല, അത് ഉള്ളിൽ നിന്ന് ഉണർത്തപ്പെടുന്നു.